ഇപ്പോൾ നടി മാലാ പാർവതി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി മാലാ പാർവതി, ഒരുപക്ഷെ ഓരോരുത്തർക്കും അനുസ്മരിക്കുന്ന ഓരോരുത്തർക്കും അത്രത്തോളം വ്യക്തിബന്ധമുള്ള ഒരു അമ്മയുടെ വിയോഗം, വിടവാങ്ങൽ എന്ന നിലയ്ക്കാണ് നമ്മളോട് സിനിമാ പ്രവർത്തകർ എല്ലാവരും പ്രതികരിക്കുന്നത്. അത്രത്തോളം വലിയൊരു ശൂന്യത, പ്രത്യേകിച്ച് മലയാള സിനിമയുടെ തന്നെ പൊന്നമ്മയായിരുന്നു, മാതൃഭാവമായിരുന്നു കവിയൂർ പൊന്നമ്മ. എങ്ങനെ അനുസ്മരിക്കുന്നു? വാത്സല്യത്തിന്റെ ഒരു പര്യായമാണ് ചേച്ചിയുടെ മുഖം എന്ന് പറയുന്നത് തന്നെ. ഒരുപാട് പേർക്ക് വെച്ചാൽ ഒരു അമ്മത്വം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചേച്ചിയുടെ മുഖത്തില് ആണ്. അത് അത്രയും ചിരപ്രതിഷ്ഠ നേടിയതാണ് ചേച്ചിയുടെ മുഖം. അത് ഒരു മുഖത്തിന് മാത്രമല്ല, ചേച്ചിയുടെ ഒരു അഭിനയം, ശബ്ദത്തിന്റെ ഒരു ടെക്സ്ചർ, മോനെ എന്നൊക്കെ വിളിച്ചാൽ, ഉണ്ണി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത്രയും നമ്മൾ കുതിച്ചു പോകുന്ന, ആഗ്രഹിച്ചു പോകുന്ന ഒരു വാത്സല്യമാണ് ചേച്ചിയിൽ നിന്നുണ്ടാവുന്നത്. എത്രയോ സിനിമകൾ, അത് മലയാള സിനിമയിൽ സത്യമാഷ് തുടങ്ങി എത്രയോ അധികം ആർട്ടിസ്റ്റുകളുടെ ഒപ്പം അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും ചെറിയമ്മയായിട്ടും, അത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ് പോലെയുള്ള സിനിമകളിലൊക്കെ വളരെ അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. ഹിസൈനസ് അബ്ദുള്ള തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ ചേച്ചിയുടെ ഒരു അഭിനയം ആ സിനിമയെ തന്നെ നിലനിർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചിത്രം, അതുപോലെ ഒരു ധാരാളം ചിത്രങ്ങൾ ഒരു പ്രത്യേക ഒരു കഥ, ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്നു. ഞാൻ അവസാനം അഭിനയിച്ച മാവാങ്കം എന്ന് പറയുന്ന ചിത്രത്തിലാണ്. ചേച്ചിയുടെ ഒരു പവറുണ്ട്, ചേച്ചിയുടെ ഒരു സ്ഥലത്തിരുന്നാൽ അവരുടെ ഒരു പ്രസൻസ് ഉണ്ട്. അത് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. അത് വളരെ വ്യക്തിപരമായും നമുക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചേച്ചിയുടെ ഒരു മണം. പിന്നെ സുഖമില്ലാതെ ആരോഗ്യ പ്രശ്നം ആയിട്ട് ചേച്ചി ഇരിക്കുകയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ശ്രീമതി മാലാ പാർവതി, സംവിധായകൻ കമൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഓൺ സ്ക്രീനിൽ കാണുന്ന കവിയൂർ പൊന്നമ്മ എന്താണോ അത് തന്നെയായിരുന്നു നമുക്ക് സെറ്റിലും, ഒപ്പം തന്നെ വെള്ളിത്തിരയ്ക്ക് പുറമേക്കും ഉള്ള ഒരു കവിയൂർ പൊന്നമ്മ എന്ന നിലയ്ക്കായിരുന്നു സംവിധായകൻ കമൽ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ നിലയ്ക്കാണ് എല്ലാവരും വ്യക്തിബന്ധം ഈ ഒരു പ്രിയപ്പെട്ട നടിയുമായുള്ളത് ഓർത്തെടുക്കുന്നത്. അങ്ങനെ തന്നെ ആയിരുന്നു അനുഭവം. എല്ലാവർക്കും പറയാനുള്ളതും ആ വ്യക്തിബന്ധത്തെക്കുറിച്ചാണ് ഏറെയും. അതെ, അത് സത്യമാണ്. എന്ന് വെച്ചാൽ ചേച്ചി എപ്പോഴും പെരുമാറുമ്പോൾ ഒരു പ്രത്യേക വാത്സല്യം, നമ്മളെ ഒരു സ്നേഹ കൊണ്ടിങ്ങനെ പൊതിയുന്ന പോലെ ചേച്ചി നമ്മുടെ കവിളിലൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മോളെ എന്നൊക്കെ വിളിക്കുക. അങ്ങനെ ഭയങ്കര എപ്പോഴും ഒരു വാത്സല്യം നിറഞ്ഞ ഒരു പുഞ്ചിരിയും, അത് ഒരിക്കലും മായില്ല. ചേച്ചിയുടെ മുഖത്ത് പുഞ്ചിരി അത്രയും സ്നേഹത്തോടെ തന്നെയാണ് നമുക്ക് അങ്ങനെ ഓർക്കാൻ പറ്റുള്ളൂ. അത്ര ഒരു വാത്സല്യത്തോടെ ആണ് എല്ലാവരോടും പെരുമാറുന്നത്. സുമാരിയമ്മയും അങ്ങനെ ആയിരുന്നു കേട്ടോ, എല്ലാവരും. പക്ഷെ അപ്പൊ അത് എന്നാലും ഇവരുടെ ഒരു മുഖവും ഒരു ശബ്ദവും ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് മറക്കാൻ പറ്റത്തില്ല. തീർച്ചയായും. നന്ദി ശ്രീമതി മാലാ പാർവതി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.